Here comes our driver. Oh, funny body. Yeah. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് വീഡിയോൻ്റെ പാർട്ട് 3 ആണ്. കുഞ്ഞൻ സബ് ഇപ്പോഴും ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണെന്നറിയില്ല, ചെയ്യുന്തോറും ഇതിൻ്റെ പണി കൂടി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കേട്ടോ, ഇതേപോലെ ഞാൻ അത്യാവശ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ റൗണ്ട് കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടിപ്പോയി. നമുക്ക് അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ സബിൻ്റെ മെഷർമെൻറ്റ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എവിടെ നോക്കിയിട്ടാണ് ചെയ്യണത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൈവറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളൊരു സെക്ഷനാണിത്. കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊള്ളേ. ഇതെൻ്റെ ഒരു പഴയ ഫാൻഡിയുടെ ഹോം തിയേറ്ററിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ്. സോ വലിയ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളും ചെയ്യുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അതിനുള്ള പല ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരു വിധത്തിൽ ഞാനിത് ഇതിൽ നമ്മുടെ സബ്ബൊക്കെ കളറടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണിപ്പോൾ ഉള്ള കണ്ടീഷൻ. ഞാൻ 1.5 ഇഞ്ച് പൈപ്പാണ് ഇതിനകത്ത് ഇട്ടേക്കണത്. കാരണം ഇതായിരുന്നു എൻ്റെ F&D, എൻ്റെ ഉണ്ടായിരുന്ന ഒരു F&Dയുടെ ഒരു അളവാണിത്. പക്ഷേ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാവരും കണ്ട് മനസ്സിലാക്കിക്കോ. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഭയങ്കര ചീപ്പ് റേറ്റിൽ ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. ഇതിപ്പോൾ നാളെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് റൂട്ടറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കർവാക്കി ബാക്കി പരിപാടീസ് അതൊക്കെ കണ്ടു. വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്ത കേട്ടോ. സബ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഫഷണൽസ് ചെയ്യണ പോലെ തന്നെയൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഉണ്ടോ, പോട്ട് ചെറുതായിട്ടൊന്ന് ലൂസായി പോയി. സോ അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്ലക്സ് ക്യൂക്കും അപ്പുറത്തും ഗ്ലൂ ഒക്കെ ചെയ്ത് ഒരു തരം ലീക്കില്ലാത്ത രീതിയിലാക്കിയുണ്ട്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ ഡ്രൈവർ കയറ്റാൻ വേണ്ടി നോക്കണത്. വെറുതെ വെച്ച് കാണിച്ചു തരാം. ഹിയർ കംസ് അവർ ഡ്രൈവർ. പണി പാളി. ഇല്ല, ഇപ്പോൾ പണി പാളിയാനെ. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ ഡ്രൈവർ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു ഇരിപ്പായിരിക്കും. ഉണ്ടോ, ഒരു കുഞ്ഞൻ സബ്. എൻ്റെ കൈപ്പത്തിര അതേ ഇത്രേ ഉള്ളൂ, 2 കൈപ്പത്തിര വലിപ്പമുള്ളൂ. ഉണ്ടോ, ഇതാണ് സംഭവം. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബാൻഡ് ബാസ് ഊഫറൊക്കെ നല്ല സെറ്റാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ആൾ അടിപൊളിയായിട്ട് വർക്കിംഗ് കണ്ടോ. പിന്നെ അടുത്തത് ഇതിൻ്റെ സൈഡെല്ലാം ഞാൻ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. ഇത് പെയിൻ്റ് അടി പരിപാടി ഉണ്ട്, കുട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിലും പാനലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തേക്കണം, ഗ്ലൂ ചെയ്ത് സ്ക്രൂ ചെയ്തേക്കാണ്. ആനടിച്ചില്ല, ഇവിടെ കുറച്ച് ചാടിയിട്ടുണ്ടല്ലേ. ഇതൊന്ന് സാൻഡ് ചെയ്ത് കളയണം. മഴ പെയ്യണ കൊണ്ടിട്ട് സാൻഡിങ് അത്ര ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക്, അതാണ് പ്രശ്നം. ഒരു വിധത്തിലും എയർ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചുറ്റിനും സ്പീക്കർ ബോക്സിനൊക്കെ തന്നെ കവറിൽ മാറ്റ് പിടിച്ചിട്ടുണ്ടേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടത്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്ലൈവുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു ലീക്കായാലും മതി, ആ ഒരു പ്രഷർ പുറത്തേക്ക് ഔട്ട്പുട്ട് കുറയും. സോ അങ്ങനെ ചെയ്യണം കേട്ടോ. ഉണ്ടോ, ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എഡ്ജുകളെല്ലാം എയർ ലീക്കേജ് വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഹോൾ ഇട്ടിട്ട് ഞാൻ വുഡിൻ്റെ കുറച്ച് വേസ്റ്റ് ആയിട്ട് തന്നെ ഹോൾ അടച്ചേക്കണത്. ഫ്ലെക്സിക്കും നല്ല കാര്യങ്ങൾ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർ ലീക്കേജ് ഒന്നുമില്ല, പക്കയാണ്. ഇതേപോലെ എഡ്ജുകളെല്ലാം സീൽഡ് ആയിരിക്കണം കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രസത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ വീഡിയോ എടുക്കാവുന്ന ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. ട്രൈപ്പോഡൊന്നും വെച്ച് എടുത്താലും ഇത്ര ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂവ്മെൻ്റൊക്കെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കാണിക്കണം. അപ്പം ഈ ഉള്ളിലേക്കുള്ള സ്പീക്കറിൻ്റെ ജോയിൻ്റ് അടിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ജോയിൻ്റ് ആ സ്ക്രൂ വെച്ച് അറ്റാച്ച് ചെയ്യാൻ നേരത്ത് ലെങ്ത്തുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചാലും ആ സ്ക്രൂ ഒന്ന് കൈവച്ച് നേരേക്ക് വെച്ച് പതിയെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തെന്നി ഊഫറിൻ്റെ കോൺ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുക കേട്ടോ.
ഒന്ന് ഗൈസ്, അപ്പോൾ നമ്മുടെ സബ് പണി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് സാൻഡിങ്ങും ഷേപ്പിങ്ങും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഫുൾ സെറ്റപ്പ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പാട്ടും വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മുടെ പരിപാടി നടക്കുള്ളൂ. ഇത് ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൻ്റെ പോർട്ട് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ ഇട്ടേക്കണം 1.4 പൈപ്പാണ്. എനിക്ക് തോന്നുന്നു 1.25 വേണമായിരുന്നു. അത്രയും നാരോ ആയി പോയാന്നൊരു സംശയമുണ്ട്. മിക്കവാറും ഇതിൻ്റെ പോർട്ട് ഞാൻ പൊട്ടിക്കും. പോർട്ട് പൊട്ടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ചടങ്ങുണ്ട്. ഇത് അടച്ച് പൂട്ടി വെച്ചേക്കണേണ്ടോ, നല്ല കിടിലൻ ടൈറ്റായിട്ട് 1 ഇഞ്ച് പ്ലൈറ്റാണ് ചെയ്തിരിക്കണോ. സൈസ് നോക്കിയാൽ 1 ഇഞ്ച് പ്ലൈയിലാണ് ഞാൻ ചെയ്തേക്കണം. 1 ഇഞ്ചില്ല, ഓൾമോസ്റ്റ് ഒരു 3/4 ഇഞ്ച് ഉണ്ട്. അത്യാവശ്യം ഞാൻ സാനിറ്റൈസ് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ എയർ ടൈറ്റായിട്ട് സീൽ ചെയ്ത് കളഞ്ഞു. അതാണ് എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുമ്പോൾ അല്ല, ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യണ. ഇത് ഫെവിക്കോൾ ഇട്ടേക്കണം, എനിക്കത് ഹീറ്റ് ചെയ്താൽ അഴിച്ചെടുക്കാന്നേ ഉള്ളൂ. ഞാൻ അഴിച്ചെടുക്കും, അത് വേറെ കാര്യം. പിന്നെ ഇത് കുറച്ചും കൂടി വലിപ്പം വേണം. ഇവൻ്റെ വർക്കിംഗ് അനുസരിച്ച് ആ പോർട്ട് ചെറുതാണ്, അന്യായ വർക്കിംഗ്. ഞാൻ കണ്ടു നോക്കട്ടോ, ഒരു ടിഷ്യൂ കൂടി കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അത് വലിച്ചെടുത്ത് പോകണം, അകത്തേക്ക് വലിക്കണം. പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം, പ്ലേ ചെയ്ത് കേട്ടോ കേട്ടോ. മെയിൻ പാട്ടിനും അത്യാവശ്യം നല്ല രീതിയിൽ കേട്ടോ. ഇത്ര ലെങ്ത്തിൽ ഇതിൻ്റെ കാറ്റടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത്ര അടിക്കുന്നുണ്ട് ലെങ്ത്തിൽ. നിങ്ങളിതിപ്പോൾ ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ വെച്ചേക്കണത് റൂമിൻ്റെ സെൻറ്ററിലാണ്, ഒരു കോർണറിൽ പോലും അല്ല. കോർണറിലും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവേണ്ടതാണ്. ഇപ്പോൾ ആ മൂലക്കോ ഈ മൂലക്കോ ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ബേസിൻ്റെ എഫക്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ മിഡിൽ പോർഷനിൽ വെച്ചിട്ടാണ്, ഈ റൂമിൻ്റെ നടുക്ക് നടുക്ക് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യണം. ആരും ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാറൊന്നുമില്ല, ഒരു കോർണറൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. സബ്ബെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അതിൻ്റെ ഒരു ബേസ് പോയിൻ്റ് ഉണ്ട്. ആ ബേസ് പോയിൻ്റ് ചെന്നാൽ മാത്രമേ അതിൻ്റെ ഫീൽ കിട്ടുള്ളൂ. ഇപ്പോൾ ആ കുഞ്ഞൻ സബ്ബാണ്, അതിൻ്റെ അത് ഇത്ര ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ല. ആ ഒരു സോണിയുടെ വൂഫർ, അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ്. കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും കുറച്ച് പരീക്ഷണങ്ങൾ നടത്തും, സബ്ബുകൾ മാറ്റി നോക്കും, പോർട്ട് കുറച്ച് വലുതാക്കും. പോർട്ട് എനിക്ക് തോന്നുന്നു അധികം വലുതാക്കണം എന്നില്ല എന്ന് തോന്നുന്നു ചില സമയത്തൊക്കെ. എനിക്ക് പാട്ടിൻ്റെ ആയിരിക്കാം, ഞാനൊന്ന് ട്യൂൺ ചെയ്താലും എനിക്ക് കറക്റ്റ് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ട്യൂൺ ചെയ്ത് ഇതേപോലെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പെയിൻറ്റിങ് ഉണ്ട്, പുട്ടി വർക്ക് ഉണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് 2.1 യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ലാസ്റ്റ് ബോർഡ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കേട്ടോ, പുതിയ കുഞ്ഞൻ സബ് വൂഫറായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓഡിയോ കേട്ട് നോക്കാം. ഓഡിയോ അധികം വെക്കാൻ പറ്റില്ല, കാരണം ഇത് കോപ്പിറൈറ്റ് വരും. അത്യാവശ്യം നല്ല രീതിയിൽ തള്ളി പുറത്തേക്ക് വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഒരു കുഞ്ഞൻ ആംപ്ലിഫയറിൻ്റെ ഒരു ഡെക്ക് പോലെ പണിത് വെച്ചാൽ ഒരു ഭംഗിയായിരിക്കും. ഇപ്പോൾ പെർഫോമൻസ് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പുട്ടി വർക്ക് തുടങ്ങി. ഓരോ ദിവസം ഗ്യാപ്പിട്ടാണ് ഞാൻ ഈ പരിപാടി മൊത്തം ചെയ്യണത്. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ നല്ല മഴ നടക്കണം കൊണ്ടിട്ട് വെയിലൊന്ന് പൊളിച്ച് ഈ പശയും കാര്യങ്ങളും പുട്ടി വർക്കെല്ലാം ഒന്ന് കഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരാഴ്ച എടുക്കുക ആവാറായി.
ഇത് അത്യാവശ്യം നല്ല മെനക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു വാശി. പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സിനോട് ഞാൻ പറഞ്ഞു പോയതല്ലേ, ഇതൊരു പ്രൊജക്റ്റാണ്, എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന്. എൻ്റെ ഈ കുഞ്ഞൻ വീഡിയോ കൊണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങി സബിൻ്റെ വീഡിയോ എവിടെയെന്ന്. ഞാൻ അവരോട് അവരുടെ കമൻസിനെ ഒരിക്കലും മാനിക്കാതിരിക്കരുതല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ തന്നെ എൻ്റെ ബൈക്കിന് പെയിൻ്റ് അടിച്ച് ശീലിച്ച കാരണം കുട്ടികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് തോന്നിയില്ല. പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, കാരണം ഈ ബോഡി ഫില്ലറൊക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റില്ലായിരിക്കാം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബോഡി ഫില്ലർ ഇതേപോലെ ഒരു ചെറിയ 2 ഇഞ്ചിൻ്റെ കുട്ടി ബ്ലേഡിൽ തോണ്ടി ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു തുള്ളി, ഒരു കടുക് മണിയുടെ വലിപ്പത്തോളം മാത്രമേ നിങ്ങൾ അതിൻ്റെ ഹാർഡനർ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റിയാക്ടർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഒരു 5 മിനിറ്റ് പോലും ഇതിന് ഡ്രൈ ആവാൻ ടൈം വേണ്ട, പെട്ടെന്ന് കരിങ്കല്ല് പോലെ ആയിപ്പോവും. സോ ബോഡി ഫില്ലർ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്യുക. ബോഡി ഫില്ലർ ഇട്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് 600 അല്ലെങ്കിൽ 400 ഒക്കെ പേപ്പർ ഇട്ടിട്ട് നല്ല രീതിയിൽ പേപ്പർ പിടിച്ചു കഴിഞ്ഞാൽ ആ ബോഡി ഫില്ലർ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോയിക്കോളും. അത്യാവശ്യം നല്ല രീതിയിൽ റഫുള്ള പേപ്പർ ഇട്ട് ആദ്യം പിടിക്കുക, പിന്നെ സ്മൂത്തായി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ അടിക്കുന്നത് വൈറ്റാണ്, ഓഫ് വൈറ്റ്. ഞാൻ വണ്ടിക്ക് മേടിച്ച NC പെയിൻ്റാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ NC പെയിൻ്റ് അടിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് H13X എന്ന് പറഞ്ഞ തിന്നർ കിട്ടും. അത് വാങ്ങി യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. ഏത് തണുത്ത ക്ലൈമറ്റിലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഈ തിന്നറിൽ. അങ്ങനെ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ പണി എല്ലാം കഴിച്ച് ഞാൻ സന്ധ്യയായപ്പോൾ സാധനം ഒന്ന് തൊട്ട് നോക്കി വിടല. ഇതാ മോനെ എന്നാ ലുക്ക്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മേലെ ക്ലിയർ കോട്ട് അടിച്ചിട്ടില്ല. നാളെ ക്ലിയർ കോട്ടും കൂടി അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഷോർട്സ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്രകാരം ചോദിച്ചാൽ ഇടാവുന്നതാണ്. വർക്കിംഗ് വീഡിയോ വേറെ ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ, ഫുൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം.